പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് കരുതപ്പെടുന്ന ഭീകരൻ ആദിൽ ഹുസൈൻ ടോക്കറിന്റെ വസതിയാണിത്. അനന്തനാഗ് ജില്ലയിലെ ബ്രിജ് ബിഹാരയ്ക്ക് സമീപമുള്ള ഗുരേ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ വസതിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വസതിയാണ് ഇന്ന് പുലർച്ചെ സൈന്യം തകർത്തത്. അതായത് ഇതിൻ്റെ ഈ വസതിയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് സൈന്യത്തിൻ്റെ ഈ നടപടിയിലൂടെ പുറത്തു വരുന്നത്. 2018 ഈ ആദിൽ ഹുസൈൻ ടോക്കർ ഇവിടെ നിന്ന് പോവുകയും അതായത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നാണ് ഈ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. പക്ഷേ പിന്നീട് ഈ പാകിസ്ഥാനിൽ പോവുകയും അവിടെ ഭീകരവാദ പരിശീലനം നേടുകയും ചെയ്തിരുന്നു എന്നാണ് ഈ അന്വേഷണ ഏജൻസികളും മറ്റും കണ്ടെത്തിയിരിക്കുന്നത്. ആദിൽ ഹുസൈൻ ടോക്കറിന് ഇതിൽ പങ്കെടുത്ത, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പാക് ഭീകരരുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പലതും നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഹാൻഡിലർമാരുമാണ് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത്. ഈ മെനഞ്ഞാന്ന് ഭീകരാക്രമണം നടന്നതിന് ശേഷം ഈ ആദിൽ ഹുസൈൻ ടോക്കറിൻ്റെ ഈ വീട്ടിലേക്ക് പരിശോധനകൾക്കായി ഈ വിവിധ ഏജൻസികളും മറ്റും എത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ സ്ഫോടനത്തിൽ തൊട്ടടുത്തുള്ള വീടുകളുടെ ചില ഭാഗങ്ങൾ കൂടി അതിനുകൂടി കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ അതായത് പൂർണ്ണമായും ഉള്ള ഒരു ഭാഗം മുഴുവനും തകർക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഭീകരവാദത്തിന് ഒരു തരത്തിലും ഭീകരവാദികളോട് മൃദു സമീപനം കാണിക്കില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കരസേനാ മേധാവിയുടെ ശ്രീനഗർ സന്ദർശനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് സൈന്യം കടന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണെന്നും സമാനമായ രീതിയിലുള്ള ചില നടപടികളും സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ആദിൽ ഹുസൈൻ ടോക്കറിനുമായി ബന്ധപ്പെട്ട നിരവധി അന്വേഷണങ്ങൾ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ട രേഖാചിത്രങ്ങളിലൊന്ന് ആദിൽ ഹുസൈൻ ടോക്കറിൻ്റേതായിരുന്നു. ഈ ആദിൽ ഹുസൈൻ ടോക്കറിന് ഈ നേരത്തെ നടന്നിരുന്ന ചില ഭീകരാക്രമണങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ട്. 2024 നടന്ന ചില ഭീകരാക്രമണങ്ങളുമായി നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നതിൻ്റെ വിവരങ്ങളും നേരത്തെ തന്നെ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകുന്നതാണ്. ഈ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും, അതായത് ഈ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വഴി കഴിയുന്നത്. ഒരു 2 നില കെട്ടിടമായിരുന്നു. ആ 2 നില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. എനിക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഒരു ബെഡ്റൂമിൻ്റെ ഭാഗമായിരുന്നു. ഇതിൻ്റെ താഴ്ഭാഗം എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അവിടെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നടക്കുമ്പോൾ ആർക്കും തന്നെ അപകടം മറ്റും ഉണ്ടായിട്ടില്ല. കാരണം സൈന്യം പൂർണ്ണമായും ആൾക്കാരെയും മറ്റും ഒഴിപ്പിച്ചിരുന്നു. അതിനുശേഷമായിട്ടായിരുന്നു സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നടപടി ഉണ്ടാകുന്നത്. ഈ കശ്മീർ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് മാറുന്ന ഒരു വേളയിലായിരുന്നു ഇത്തരം ഈ കാടത്തരപരമായ നടപടികൾ ഈ ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഈ കശ്മീരിൻ്റെ എക്കോണമിയൊക്കെ കാര്യമായ തോതിൽ ബാധിക്കുന്ന നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും സൈന്യം ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അനന്തനാഗിലെ ബിജ് ബിഹാരിൽ നിന്നും ക്യാമറാമാൻ ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.